ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നീണ്ട 38 വർഷമായി ബെത്സേദ കുളക്കരയിലായിരിക്കുന്ന മനുഷ്യനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ആ കുളക്കരയിൽ അനേകം രോഗികളുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശ്രദ്ധ പതിച്ചത് ഈ മനുഷ്യനിലേക്കായിരുന്നു. ആയിരങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെ നാം കണ്ടെത്താൻ മറന്നുപോയാലും പതിനായിരങ്ങൾക്കിടയിൽ നമ്മളെ തേടി വരുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ മനുഷ്യനെ കണ്ടപാടെ ഈശോ ചോദിക്കുന്നത് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്നതാണ്. യേശുവിൻ്റെ ചോദ്യത്തിന് ആ മനുഷ്യൻ തൻ്റെ ആകുലതകൾ മറുപടിയായി നിരത്തുന്നു. മനസ്സിൻ്റെ തളർച്ചയാണ് ശരീരത്തിൻ്റെതിനേക്കാൾ ഗുരുതരം. തൻ്റെ രോഗാവസ്ഥ പറയുന്നതിനേക്കാൾ കൂടുതലായി അയാൾ പറഞ്ഞു വച്ചത് അയാളുടെ ആകുലതകളും വിഷമങ്ങളുമായിരുന്നു. ഏകാന്തതയും അപകർഷകതയുമാണ് അയാളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് ക്രിസ്തു കണ്ടെത്തി. ഈ ഇടയ്ക്ക് വായിച്ച പുസ്തകത്തിലെ ഒരു സംഭവം ഓർമ്മ വരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ്റെ അടുത്തേക്ക് 2 കുട്ടികളും ഒരു മുതിർന്ന സ്ത്രീയുമുണ്ട്. എഴുത്തുകാരനെ കണ്ടപാടെ മുതിർന്ന സ്ത്രീ വളരെ സന്തോഷവതിയാകുന്നു. ഈ എഴുത്തുകാരനോട് ഇങ്ങനെ പറയുന്നു: മകൾക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. എഴുത്തുകാരൻ വളരെ സന്തോഷത്തോടെ ആ കുട്ടിയോട് സംസാരിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ ആ കുട്ടിയുടെ പക്കൽ നിന്ന് സംസാരിക്കാനുള്ള താല്പര്യം കുറവായിരുന്നു. എഴുത്തുകാരൻ സംസാരം നിർത്തി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ വീണ്ടും ആ മുതിർന്ന സ്ത്രീ ഇടപെടുന്നു. മകൾക്ക് അങ്ങയോട് സംസാരിക്കണമെന്ന് അതീവ ആഗ്രഹമുണ്ട്, അങ്ങ് സഹകരിക്കണമെന്ന്. എഴുത്തുകാരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ പരമാവധി മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സംസാരം മുന്നോട്ട് പോകണമെങ്കിൽ 2 പേരും മിണ്ടണമല്ലോ. ഇത് ഞാൻ മാത്രമാണ് മിണ്ടുന്നത്. ഇവ 2 പേരും എൻ്റെ മക്കളല്ല എന്നതായിരുന്നു മുതിർന്ന സ്ത്രീയുടെ മറുപടി. അമ്മയില്ലാത്ത അനാഥ കുട്ടികളാണ് ഇവരെന്ന് പറഞ്ഞായിരുന്നു ആ കുട്ടികളെ എഴുത്തുകാരൻ്റെ പക്കൽ പരിചയപ്പെടുത്തിയത്. ഒടുവിൽ എഴുത്തുകാരൻ അതീവ താല്പര്യത്തോടെ ആ കുട്ടിയുടെ പക്കൽ തിരിഞ്ഞു. അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഇപ്രകാരമാണ്: സീറ്റ് ബെൽറ്റിന് പകരം അവൾ അഴിച്ചത് അവളുടെ ഉള്ളിൽ വരിഞ്ഞു മുറുകിയിരിക്കുന്ന അമ്മ ഓർമ്മകളായിരുന്നു എന്ന്. ഇന്നത്തെ സുവിശേഷത്തിലും നാം കണ്ടുമുട്ടുന്നത് ഇതുപോലെ സമാനമായ അനുഭവം തന്നെയാണ്. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന യേശുവിൻ്റെ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ അവൻ തുറന്നു വച്ചത് അവൻ്റെ സങ്കടങ്ങളും വേദനകളും പരിഭവങ്ങളുമായിരുന്നു. അവനെ കേൾക്കാൻ ആരുമില്ലായിരുന്നു. സാന്ത്വനമേകുന്ന വാക്കുകൾ മൊഴിയാനും അവൻ്റെ പക്കൽ ആരുമില്ലായിരുന്നു. സാധാരണയായി ആരും അടുത്തു തന്നെ വരാറില്ല. 38 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും തന്നെ സന്ദർശിക്കാൻ ഒരാൾ കടന്നു വരുന്നത്. ആ സമയം അവൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളേക്കാൾ അവൻ പറഞ്ഞത് അവൻ്റെ ഏകാന്തതയുടെ നീറുന്ന അനുഭവങ്ങളായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, വിതറാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ സമയക്രമത്തിൽ ഓരോ കാലവും നിശ്ചയിച്ചിട്ടുണ്ട്. 38 വർഷം കാത്തിരിക്കേണ്ടി വന്നു രോഗിക്ക് തൻ്റെ കാലം അണയാൻ വേണ്ടി. കടുത്ത ഏകാന്തതയ്ക്കിടയിലും 38 വർഷം അയാൾ ക്ഷമിച്ചു, സഹിച്ചു, വേദന അടക്കിപ്പിടിച്ചു. കർത്താവിനോട് നാം ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും അല്പം കാലതാമസം വരുമ്പോൾ അണയാത്ത പരാതിപ്രവാഹമായി നാം മാറാറുണ്ട്. അവിടെയൊക്കെ മാതൃകയാക്കേണ്ടത് 38 വർഷം കാരുണ്യത്തിൻ്റെ കവാടത്തിൻ കീഴിൽ കരുണയുടെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഈ മഹാരോഗിയെയാണ്. ബോബി ജോസ് അച്ഛൻ്റെ കൂട്ട് എന്ന പുസ്തകത്തിൽ
ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കൂട്ട് ജീവിതം ഒരുവനായി കരുതി വയ്ക്കുന്ന അനന്യമായ കരുണയുടെ പേരാണത്. അതിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഈ ഭൂമിക്ക് മീതെയുള്ള ആരെക്കാളും ഒറ്റയ്ക്കാകുന്നു. ഏകാന്തത എന്ന കൊടിയ ശിക്ഷയെ കുറുകെ കടക്കാനാണ് സൗഹൃദമെന്ന പാലം ഒരാൾ പണിയുന്നത്. 38 വർഷം ഏകാന്തതയിൽ കഴിഞ്ഞ ആ രോഗിയുടെ ജീവിതത്തെയും ഇതുവരെ നമ്മെ തനിച്ചാക്കാതെ കൂട്ടുനൽകി അനുഗ്രഹിക്കുന്ന ചുറ്റുമുള്ള നല്ല സൗഹൃദം നൽകി അനുഗ്രഹിക്കുന്നതിന് എപ്പോഴും നന്ദി പറയുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.